അപ്പം നൻപ നമ്മൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് നമ്മളിന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഇന്ന് നിൽക്കുന്നത് നമ്മൾ പെരിങ്ങമല ഭാഗത്താണ് നിൽക്കുന്നത്. പെരിങ്ങമല എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇനി ഏതാണ്ട് ഒരു 1/2 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് പെരിങ്ങമല എത്തുന്നത്. അതായത് പള്ളിച്ചലെന്ന് കയറി വരുമ്പോഴാണ് പെരിങ്ങമല എത്തുന്നതിന് ഒരു 1/2 കിലോമീറ്റർ മുന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ ഇടത് സൈഡിലാണ്. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു മന്ന എന്ന് പറയുന്ന ഒരു കടയാണ്. മന്ന എന്ന് പറയുമ്പോൾ ദോശയുടെ കുറച്ച് വെറൈറ്റിയാണ്. മിക്കവാറും നമ്മൾ പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ കാണപ്പെടുന്ന ഒരു പ്രത്യേക വെറൈറ്റി ഡിഷസ് ഒക്കെയാണ് പുള്ളിക്കാരൻ്റെ ഉള്ളത്. പിന്നെ പുള്ളി വേറെ പുറത്തൊക്കെ നിന്നിട്ടുള്ള ആളാണ്. അപ്പോൾ പുള്ളി കുറച്ച് കുഞ്ഞു കടയാണ്, ഒരു ചെറിയൊരു ഒതുക്കമുള്ള കടയാണ്. നമ്മൾ അവിടത്തേക്ക് കുറേ പേര് നമ്മുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഇത് ഒന്ന് ചെയ്യാമോ, എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചതിൻ്റെ പേരിലാണ് നമ്മൾ വന്നത്. അപ്പം നമുക്ക് കൂടുതലൊന്നും വയ്ക്കില്ല, നമ്മൾ അങ്ങോട്ടൊന്ന് പോവാം. ഓക്കെ ചേട്ടാ. ചേട്ടാ നമ്മളെ കുറച്ച് സുഹൃത്തുക്കൾ നമ്മുടെ അടുത്ത് വിളിച്ച് പറഞ്ഞതിൻ്റെ പേരാണ് ഇവിടെ വന്നത്. അപ്പം ഞാൻ നമ്മുടെ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞു നമ്മുടെ ഒരു വെറൈറ്റി കടയുണ്ട്, നമ്മളെ പെരിങ്ങമല ഭാഗത്ത് ഒരു മന്ന എന്ന് പറഞ്ഞ കടയുണ്ട്, ഒരുപാട് വെറൈറ്റി ദോശകളുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സമയത്തിലൂടെ വന്നത്. അപ്പം വൈകുന്നേരം ഭാഗം എത്ര മണിയാണ് കേട്ടോ ഓപ്പണിങ് ഒരു 5 എത്ര മണി വരെ ഉണ്ടാവും കട? 10-11 മണി വരെ. അപ്പോൾ ചേട്ടന് ഒരുപാട് വെറൈറ്റി, അതായത് നമ്മൾ മിക്കവാറും പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ കേട്ട ഒരു കുറേ ഡിഷസും അല്ലാതെ ചേട്ടന് തന്നെ ഒരു വെറൈറ്റി ഡിഷും നമ്മൾ കേട്ടായിരുന്നു. അപ്പോൾ ചേട്ടന് ഇത് തുടങ്ങിയിട്ട് എത്ര നാളെ ചേട്ടാ? ഇതിപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു വർഷമായി. ഒരു വർഷം. അപ്പോൾ ഇപ്പം മെയിനായിട്ട് ചേട്ടൻ ഇപ്പം ഏറ്റവും കൂടുതൽ ദോശ ഐറ്റംസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഏറ്റവും ചേട്ടൻ്റെ ഫേവറേറ്റ് ആയിട്ട് പോകുന്നത് ഇവിടെ ഒരുപാട് വെറൈറ്റികൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും. അപ്പോൾ അത് മെയിൻ ജിനി ദോശ, പിന്നെ ചിക്കൻ മൈസൂർ മസാല ദോശ, പിന്നെ ചീസ് മസാല, ചീസ് മൈസൂർ, ഇങ്ങനെ ഒരുപാട് വെറൈറ്റികളാണ്. അപ്പോൾ ചേട്ടൻ എന്തായാലും നമ്മൾ വെറൈറ്റി നമുക്ക് കഴിക്കാനും വേണം, നമുക്ക് ഉണ്ടാക്കണമെന്ന് കാണാൻ വേണം. അപ്പം നൻപ നമ്മൾ ചേട്ടനോട് ചോദിച്ച് ചേട്ടനോട് വെറൈറ്റി ആയിട്ടുള്ള 2 ഡിഷ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ജിനി ദോശയും ചിക്കൻ മൈസൂർ. ചേട്ടൻ്റെ മെയിനായിട്ട് പോകുന്ന 2 ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ രസക്കൂട്ട് പറയുമെന്ന് അറിയത്തില്ല, ചോദിച്ചു നോക്കാം എന്താണ് പറയുന്നത്. എന്തായിട്ടാ ഇതിൻ്റെ രസക്കൂട്ട്? ഏറ്റവും കൂടുതൽ ചേട്ടൻ്റെ സെയിലുള്ള സാധനമാണിത്. ഇതിനപ്പോൾ ഉരുളക്കിഴങ്ങ് ഇതെല്ലാം ചേർന്ന് പിന്നെ അതിൻ്റെ മസാലകളും സ്പെഷ്യൽ മസാല ഒക്കെ എന്തായിട്ട് പിന്നെ സിസ്വാൻ, നമ്മുടെ സ്പെഷ്യൽ വെറൈറ്റി സിസ്വാൻ്റെ അത് ഇതെല്ലായിട്ട് എല്ലാം നന്നായി ഇടിച്ച് നല്ല അമർത്തി സൂപ്പറാക്കി പിന്നെ ചിക്കൻ പൊരിച്ച് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇട്ട് എല്ലാവരും വളരെ ഹാപ്പിയാണ്. കഴിച്ച് വളരെ എന്ന് പോലെ എല്ലാവരും തീർച്ചയായും കഴിച്ചിട്ട് നമ്മൾ തീർച്ചയായും അഭിപ്രായം പറയാം. തീർച്ചയായും നമ്മളെ വീഡിയോ കണ്ടിട്ട് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തീർച്ചയായും നമ്മൾ പെരിങ്ങമല ഭാഗത്തോട്ട് വരുമ്പോൾ തീർച്ചയായും നിങ്ങൾ ഇറങ്ങുക. പെരിങ്ങമല ജംഗ്ഷനിൽ പോകണ്ട, അതിന് മുന്നേ ജസ്റ്റ് ഒരു 1/2 കിലോമീറ്റർ മുന്നേ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ വന്ന കട വൈകുന്നേരമാണ് ഓപ്പൺ ചെയ്യണത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തായാലും അതായത് വെജിറ്റേറിയൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ടിരിക്കും. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് ബാക്കിയോട് പറയാം. ഓക്കെ, വെറൈറ്റി തന്നെ സാധനം, വെറൈറ്റി തന്നെ. മിക്കവാറും നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ നോൺ വെജിൻ്റെ ആണെങ്കിൽ മിക്കവാറും നമ്മൾ എടുത്തിട്ടുള്ളത്. വെജിറ്റേറിയൻ വളരെ റെയറായിട്ടുള്ളത്. ഇത് വെച്ചല്ല, ഇത് ചിക്കൻ കൂടെ ആഡായിട്ടുള്ളതാണ്. ഇതാണ് വെജിറ്റേറിയൻ ആയിട്ടുള്ളത്. ആദ്യം ഇതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തത്. ഒരു കാണും ഓക്കെ, നല്ല മസാല കേട്ടോ. ചേട്ടൻ പറഞ്ഞ എന്തൊരു ഒരു സ്പെഷ്യൽ മസാലയുടെ കാര്യം പറഞ്ഞതാണ്. ടേസ്റ്റ് ഫീലാവുന്നുണ്ട്. ഇത് അടുത്തോളം
നമ്മൾ ജിനി ദോശയാണ്. അടിപൊളിയായിട്ട് തന്നെ കട്ട് ചെയ്ത് അത് വച്ച് തന്നു. കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയല്ലേ. ജിനി ദോശ പോണാണല്ലോ കുഴപ്പമില്ല. ഒരു വെറൈറ്റി അത് ഇതുമായി രണ്ടും ഒരുപാട് വ്യത്യാസമുണ്ട്. അത് മനോഹരമായിട്ട് തന്നെയാണ് ഇരിക്കുന്നതായിരുന്നു. നല്ല ഭംഗി, നല്ല വൃത്തിയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഫാമിലി ആയിട്ട് വന്നപ്പോലും ഒന്ന് കഴിക്കാം. മുളക്ക സാധനങ്ങളും ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരുന്നപ്പം കട്ട ഉണ്ടാകും ചോദിച്ചു. ചേട്ടൻ്റെ അവിടെ കട്ടയില്ല. അപ്പോൾ തൊട്ടടുത്തൊരു കടയിൽ മാമൻ്റെ കടയിൽ കട്ടയുണ്ട്. മാമൻ തോന്നുന്ന പിന്നെ പോരണ്ടേ മാമ 2 കട്ടായി. കട്ടകൾ മേടിച്ചിട്ടുണ്ട്. കട്ടലും ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഒന്ന് ഷെയർ ചെയ്യണം. എന്ന് വെച്ചാൽ നല്ല ഫുഡ് ആയതുകൊണ്ട് പറയാണ്. തീർച്ചയായിട്ടും മറ്റുള്ളവർ കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. അവരിതുവഴി പോകുമ്പോൾ ഒന്ന് ഇറങ്ങട്ടെ. കഴിക്കുമ്പോൾ അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ സജഷൻ പറയും. ഇല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലെങ്കിലും തീർച്ചയായിട്ടും അവർ കമൻറ്റ് അറിയിക്കും. അപ്പോൾ മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് ആർക്കെങ്കിലും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും വൈകുന്നേരം ഈവനിങ് പോകുന്ന സമയത്ത് നല്ല ഫുഡ്, അതായത് നിങ്ങൾ ഇതുപോലെ അടിപൊളി ഫുഡ് കഴിക്കണമെങ്കിൽ വിലയും കുറവാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക. മറക്കരുത്. സപ്പോർട്ട് ചെയ്യുക. ബൈ.